friends, welcome back to my channel, your online teacher. അപ്പോൾ നാളത്തെ നമ്മുടെ അക്കൗണ്ടൻസി എക്സാമിന് വരുന്ന 100% ഉറപ്പായിട്ടും വരുന്ന 5 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ടും കാണാം. ഈ 5 ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ജസ്റ്റ് പേരും എമൗണ്ടും മാത്രം മാറ്റിയിട്ട് മിക്കപ്പോഴും വരാറുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ട് 5 പ്രോബ്ലം പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, Binu, a partner in a firm, withdraws rupees 5,000 at the beginning of each month for 12 months. ബിനു എല്ലാ മാസത്തിനും ആദ്യത്തിൽ 5,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. And they calculate Binu's interest on drawings at the rate of 10% per annum. 10% per annum ബിനുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ എഴുതിയെടുത്തോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉണ്ടാവണം എന്നില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട്, ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 ഇൻറ്റു ആവറേജ് പീരിയഡ് എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ ഇതിലേക്ക് ഓരോന്ന് അപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? എല്ലാ മാസവും 5,000 രൂപ എന്ന് പറയുമ്പോൾ 5,000 ഇൻറ്റു 12, കാരണം വർഷത്തിൻ്റെ അവസാനത്തിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 5,000 ഇൻറ്റു 12. ഇനി റേറ്റ് ബൈ 100 അല്ലേ, റേറ്റ് 10 ആണ്. സോ 10/100 ഇൻറ്റു 1/12 കോൺസ്റ്റൻ്റാണ്, 1/12 അങ്ങനെ തന്നെ കൊടുക്കുക. ദെൻ ആവറേജ് പീരീഡ്, എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിലാണെങ്കിൽ ആവറേജ് പീരീഡ് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത്? 6.5 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 3,250 ആണ് നമുക്ക് കിട്ടുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു 2-3 മാർക്സിന് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജേർണൽ എൻട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Shazi, Biju and Abu are partners sharing profits and losses in the ratio of 2:1:1. ഇതാണ് അവരുടെ ഓൾഡ് റേഷ്യോ. ബിജു റിട്ടയേഴ്സ്, ഈ ബിജു ആണ് റിട്ടയർഡ് ആയി പോകുന്നത്. അപ്പം നടുക്കിൽ പോയി കഴിയുമ്പോൾ ബാക്കി 2:1 കേട്ടോ. അതാണ് അവരുടെ ന്യൂ റേഷ്യോ. ബിജു റിട്ടയർഡ് ആകുന്നു. ഫേമിൻ്റെ ഗുഡ് വിൽ എന്ന് പറയുന്നത് 36,000 ആണ്. റെക്കോർഡ് നെസസറി ജേർണൽ എൻട്രീസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എൻട്രീസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഗുഡ് വില്ലിൻ്റെ എൻട്രീസ് നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. ബുക്കിൽ ഗുഡ് വിൽ ഇല്ലാത്തത്, ബുക്കിൽ ഗുഡ് വിൽ ഉള്ളത്, റൈസ് ചെയ്യുന്നത്, ദെൻ റൈറ്റ് ഓഫ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടില്ല? ഇവിടെ നമ്മളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. റൈസ് ചെയ്യാനോ റൈറ്റ് ഓഫ് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഗുഡ് വില്ലിൻ്റെ ജേർണൽ എൻട്രി എഴുതാൻ ചോദിക്കുമ്പോൾ ഒരൊറ്റ എൻട്രി നിങ്ങൾ കൊടുത്താൽ മതി. അതായത് റിട്ടയർഡ് ആയി പോകുന്ന ആൾക്ക് ബിജുവിന് ബാക്കി 2 പേര് ഷാജിയും അബുവും കൂടി ചേർന്നിട്ട് കൊടുക്കാനുള്ള ഗുഡ് വില്ല് അവർ കൊടുത്തു വിടുന്നു എന്ന മീനിങ് വരുന്ന ജേർണൽ എൻട്രി മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ബിജൂസ് ഷെയർ ഓഫ് ഗുഡ് വില്ല് നമ്മൾ കണ്ടുപിടിക്കണം. ബിജൂസ് ഷെയർ ഓഫ് ഗുഡ് വില്ല് മൊത്തം ഫാമിൻ്റെ മൊത്തം ഗുഡ് വില്ല് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 36,000 ആണ് തന്നിരിക്കുന്നത്. സോ ആ 36,000-ൽ ബിജുവിൻ്റെ ഷെയർ എത്രയാ? 1 പോർഷൻ അല്ലേ, 2:1:1. സോ 1/4, 36,000 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 9,000 വരും. സോ 9,000 ആണ് ബിജുവിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല്. ആ 9,000 ഷാജിയും അബുവും കൂടി ചേർന്നിട്ട് കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ ഷാജിയുടെയും അബുവിൻ്റെയും ക്യാപിറ്റലിൽ നിന്ന് കുറയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അവരെ ഡെബിറ്റ് ചെയ്യണം. ഷാജീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ദെൻ അതേപോലെ തന്നെ അബു ഉണ്ട്. അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. കിട്ടുന്നത് ആർക്കാണ്? ബിജുവിനാണ് കിട്ടുന്നത്. സോ ബിജുവിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സിന് കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ക്രെഡിറ്റ് അല്ലേ ചെയ്യാറ്, അവരിൽ നിന്ന് കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യാറ്. അപ്പോൾ ബിജുവിന് കിട്ടുന്നതുകൊണ്ട് ബിജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 9,000. ഇനി ഈ 9,000-ന് ഇവർ കൊടുക്കുന്നത് ഗെയിനിങ് റേഷ്യോയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആ ന്യൂ റേഷ്യോ തന്നെയായിരിക്കും ഗെയിനിങ് റേഷ്യോ. കാരണം ഇവിടെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റോ വേറെ റേഷ്യോനെ പറ്റി ഒന്നും പറയാത്തത് കൊണ്ട്. സോ 2:1, അതായത് ആദ്യം 2:1:1 ആയിരുന്നു. അതിൽ നടുക്കിൽ ആൾ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള 2:1 ആണല്ലോ ന്യൂ റേഷ്യോ. അത് തന്നെയായിരിക്കും ഇവിടെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഈ 9,000-നെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ, അതായത് 9,000 ഇൻറ്റു
2/3 ചെയ്യുമ്പോൾ നമുക്ക് 6,000 കിട്ടും. 9,000 ഇൻറ്റു 1/3 ചെയ്യുമ്പോൾ നമുക്ക് 3,000 കിട്ടും. അപ്പോൾ ഈ ഒരൊറ്റ ജേർണൽ എൻട്രി നമ്മളവിടെ കൊടുത്താൽ മതി. ഇതൊരു 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തൊരു ജേർണൽ എൻട്രിയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതാണ്. Hari and Amal are partners in a firm sharing profits in the ratio 3:1. സുധീറിനെ അഡ്മിറ്റ് ചെയ്ത് ആ ഒരു സമയത്ത് ജനറൽ റിസർവിൽ ഒരു 12,000 rupees ബാലൻസ് ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് ഒരു 16,000 ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് ലോസ് അല്ല, പ്രോഫിറ്റ് ആണെന്ന് ഓർത്തോളാം കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് എന്ന് തന്നാലാണ് ഡെബിറ്റ് എന്ന് തന്നാലാണ് അത് ലോസ് ആയിട്ട് മാറുക. ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ ഇതും ലാഭമാണ്, ഇതും ലാഭമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ജേർണൽ എൻട്രി എന്താ? ഇത് പുതിയ പാർട്ട്ണർ വരുന്നത് കൊണ്ട്, ഇത്രയും നാളെ അയാൾ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ മുന്നത്തെ പ്രോഫിറ്റ് വീതിക്കുന്നത്, അതുകൊണ്ട് പുതിയ പാർട്ട്ണർക്ക് കിട്ടില്ല. ഹരിക്കും അമലിനും ഈ 12,000 എന്ന് പറഞ്ഞ ജനറൽ റിസർവും കിട്ടും, 16,000 എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസും കിട്ടും. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഹരിക്കും അമലിനും കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സിനെ കിട്ടുമ്പോൾ പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ടു ഹരീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ തന്നെ ടു അമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ എന്തിനാ ഡെബിറ്റ് ചെയ്യേണ്ടത്? ജനറൽ റിസർവ് അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. 12,000 ജനറൽ റിസർവ് തന്നിരിക്കുന്നത്. അപ്പോൾ ജനറൽ റിസർവ് വേണം ഡെബിറ്റ് ചെയ്യാൻ. സോ ആദ്യത്തെ ജേർണൽ എൻട്രി, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 12,000 ടു ഹരി ടു അമൽ. 3:1 റേഷ്യോയിൽ, അതായത് 12,000 ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9,000 കിട്ടും. 12,000 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ നമുക്ക് 3,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ജനറൽ റിസർവിൻ്റെ ജേർണൽ എൻട്രി. ഇതാണ്. ഇനി 16,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് കിട്ടുന്നു, അതും പാർട്ട്നേഴ്സിന് കിട്ടുമ്പോൾ ഹരീനെയും ക്രെഡിറ്റ് ചെയ്യുക. ടു ഹരീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ ആർക്ക് കിട്ടുന്നത്? അമലിന് കിട്ടുന്നു. ടു അമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ടു അമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ കിട്ടുന്നത് 16,000 രൂപയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതും 3:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 16,000 ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ 12,000 കിട്ടും. 16,000 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ 4,000 കിട്ടും. ഈ രണ്ട് ജേർണൽ എൻട്രിയാണ് അവിടെ വരുന്നത്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് എത്ര മാർക്കിന് വരാവുന്നതാണ്? 3 മാർക്കിന് വരാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോ ജേർണൽ എൻട്രിക്ക് 1.5 മാർക്ക് വീതമായിട്ട് 3 മാർക്കിന് വരാവുന്ന ഒരു ചോദ്യമാണ്. ദെൻ ഇങ്ങനെ നമുക്ക് തരാറുണ്ട് ജേർണലൈസ് ഫോളോയിങ്. ചിലത് തന്നിട്ട് അതിന് ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അതിപ്പോൾ ഇതിൽ നിന്നോ അല്ലെങ്കിൽ റീവാലുവേഷനിൽ നിന്നോ ചോദിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ റിയലൈസേഷനിൽ ചെയ്യുന്നത്, റിയലൈസേഷൻ എക്സ്പെൻസ് 2,000 രൂപ അടച്ചു. റിയലൈസേഷൻ എക്സ്പെൻസ് 2,000 രൂപ അടച്ചു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ജേർണൽ എൻട്രി, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ ടു ബാങ്ക്. ഓക്കെ, പണം പോയി. അപ്പോൾ ടു ബാങ്ക് 2,000 രൂപ. എങ്ങനെയാണ് പോയത്? റിയലൈസേഷൻ്റെയാണ്. സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 2,000. അങ്ങനെയാണ് ആദ്യത്തെ ജേർണൽ എൻട്രി എഴുതേണ്ടത്. ദെൻ രണ്ടാമത്തെ ജേർണൽ എൻട്രി, അൺറെക്കോർഡഡ് ആസറ്റ് റിയലൈസ്ഡ് 5,000. അൺറെക്കോർഡഡ് ആസറ്റ് ഉണ്ടായിരുന്നു, അത് വിറ്റിട്ട് 5,000 രൂപ കിട്ടി. സോ അൺറെക്കോർഡഡ് ആസറ്റ് 5,000 കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്തു? 5,000 രൂപ കിട്ടി. അപ്പോൾ ടു ബാങ്ക്. ഓക്കെ, ടു ബാങ്ക് നമുക്ക് 5,000 രൂപ കിട്ടി. 5,000 രൂപ കിട്ടിയതല്ലേ. 5,000 രൂപ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പണം പോകുമ്പോഴാണ് ടു ബാങ്ക്. പണം കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 5,000 രൂപ. അസറ്റ് വിറ്റിട്ടാണല്ലോ കിട്ടിയത്. അസറ്റ് എന്ന് എഴുതാൻ പാടില്ല. റിയലൈസേഷനിൽ നമ്മളെല്ലാം പിന്നെ അസറ്റും ലയബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ പണം കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 5,000, മറ്റേത് നമ്മൾ റിയലൈസേഷൻ എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് 5,000 ആ ജേർണൽ എൻട്രി വന്നു. ദെൻ സി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് 3,000. 3,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അത് 5 എടുത്തു എന്നാണ് പറഞ്ഞത്. നോർമലി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുകയാണ് ചെയ്യാറ്. വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പണം കിട്ടും. പണം കിട്ടുമ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്നാണ് എഴുതാറ്. ഇവിടെ പണം കിട്ടിയില്ല, അതുകൊണ്ട് 5 എടുത്തുകൊണ്ട് 5 ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതണം. പണം കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്നല്ല എഴുതാം. ഇവിടെ പണം കിട്ടിയില്ല, അതിന് പകരം 5 വന്നു. അപ്പോൾ 5 ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 3,000, മറ്റേത് റിയലൈസേഷൻ എന്ന് തന്നെ എഴുതാം. ടു റിയലൈസേഷൻ അക്കൗണ്ട് 3,000. ഇങ്ങനെയാണ് ആ 3 ജേർണൽ എൻട്രീസ് എഴുതുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. പ്രകാശ് ആൻഡ് ബാബു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം
ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2, അവരുടെ ഓൾഡ് റേഷ്യോ. സജിതയെ അഡ്മിറ്റ് ചെയ്ത് 1/6 ഷെയറിന്. സജിത 30,000 രൂപ ക്യാപിറ്റലും 10,000 രൂപ ഗുഡ്വില്ലും കൊണ്ടുവന്നു. ആൻഡ് പ്രകാശും ബാബു അവർക്ക് കിട്ടിയ ഗുഡ്വില്ല് വിഡ്രോ ചെയ്തു, നെസറി ജേണൽ എൻട്രീസ് ചെയ്തു. ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് തവണ എഴുതി. ജേണൽ എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കരുതിയിരുന്ന എല്ലാവരും ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്ന് ആൻസർ ചെയ്യും. എന്തായാലും അവർ ആൻസർ ചെയ്യും, കാരണം അത്ര ഈസി ആയിട്ട് നമ്മൾ അവർക്ക് ഇത് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. സോ ബാച്ചിലേക്ക് ഇനിയാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കഴിഞ്ഞു പോയ ക്ലാസ്സസ് എല്ലാം കിട്ടും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക കേട്ടോ. സോ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അയാൾ ഗുഡ്വില് 10,000 കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ്വിൽ അയാൾ 10,000 കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്? പ്രീമിയം മെത്തേഡാണ്. പ്രീമിയം മെത്തേഡ് നമുക്കറിയാം ഒരു 4 ജേണൽ എൻട്രീസ് ആണ് വരിക. ആ 4 ജേണൽ എൻട്രീസ് നമ്മളിവിടെ കണ്ണടച്ച് അങ്ങോട്ട് എഴുതിയാൽ മതി. സോ ആദ്യം നമ്മൾ കൊടുക്കേണ്ട ജേണൽ എൻട്രി എന്താ? സജിത 30,000 ക്യാപിറ്റൽ കൊണ്ടുവന്ന എൻട്രി വേണം ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ആദ്യം എഴുതുക, സജിത ക്യാപിറ്റൽ കൊണ്ടുവന്നു. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷിൻ്റെ രൂപത്തിലാണല്ലോ കൊണ്ടുവരുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സജിതാസ് ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സജിതാസ് ക്യാപിറ്റൽ 30,000, അങ്ങനെ 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ട എൻട്രി ഗുഡ്വില് കൊണ്ടുവന്ന എൻട്രിയാണ്. ഗുഡ്വില് കൊണ്ടുവന്നത് എന്താണ്? 10,000 രൂപയാണ് ഗുഡ്വില് കൊണ്ടുവന്നത്. ഗുഡ്വില്ലും ക്യാഷിൻ്റെ രൂപത്തിലാണല്ലോ കൊണ്ടുവരുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ഗുഡ്വിൽ അക്കൗണ്ട് 10,000, അങ്ങനെ ഗുഡ്വില് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ മൂന്നാമത് കൊടുക്കേണ്ട ജേണൽ എൻട്രി ഒരിക്കലും നമുക്ക് ചോദ്യത്തിൽ പറയില്ല. പക്ഷേ രണ്ടാമത്തെ എൻട്രി എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ മൂന്നാമത്തെ എൻട്രി കൊടുത്തോളണം. അതെന്താണ്? ഈ 10,000 എന്ന് പറയുന്ന ഗുഡ്വില് ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പ്രകാശും ബാബുവും കൂടി വീതിച്ചെടുക്കുന്ന എൻട്രിയാണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത്. പ്രകാശിനും ബാബുവിനും കിട്ടുകയാണ് ചെയ്യുന്നത് ഈ ഗുഡ്വില്. അതുകൊണ്ട് പ്രകാശിനെയും ബാബുവിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പ്രകാശ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവരെ ക്രെഡിറ്റ് ചെയ്യണം. എന്താ ഇവർക്ക് കിട്ടുന്നത്? ഗുഡ്വില്ലാണ് കിട്ടുന്നത്. സോ ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രകാശ് ടു ബാബു 10,000 രൂപ ഗുഡ്വില്ലാണ്. നമ്മളിവിടെ എന്ത് ചെയ്യണം? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഈ ചോദ്യത്തിൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് ഓൾഡ് റേഷ്യോയും ന്യൂ ഷെയറും മാത്രമേ തന്നിട്ടുള്ളൂ. അവരുടെ ന്യൂ റേഷ്യോ തന്നിട്ടില്ല. ന്യൂ റേഷ്യോ തരാത്ത സിറ്റുവേഷനിൽ ഈ ഓൾഡ് ഷെയർ ഉണ്ടല്ലോ 3:2, അത് തന്നെ ഓൾഡ് റേഷ്യോ 3:2, അത് തന്നെയായിരിക്കും അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ 3:2 ആണ്. സോ 10,000-ന് 3:2, അതായത് 3/5, 2/5. 10,000 ഇൻറ്റു 3/5 ചെയ്യുമ്പോൾ 6,000 വരും. 10,000 ഇൻറ്റു 2/5 വരുമ്പോൾ 4,000 വരും. അങ്ങനെ സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിക്കുക. പിന്നെ എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഇവർക്ക് കിട്ടിയ ഗുഡ്വില്ല് അവർ രണ്ടുപേരും വിഡ്രോ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ എൻട്രി കൂടി കൊടുക്കണം. വിഡ്രോ ചെയ്യുമ്പോൾ എന്താണ്? ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ പ്രകാശ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബാബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 6,000, 4,000 അവർ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 10,000 വരും. അപ്പോൾ ഈ ജേണൽ എൻട്രി എന്തായാലും മക്കൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എന്തായാലും എക്സാമിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അക്കൗണ്ടൻസിയുടെ ഒരുപാട് വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് വരണം എന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇടയ്ക്ക് ചാനൽ പേജ് കയറി നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.